കേരളത്തിൽ ബി ജെ പി 3 സീറ്റ് കരസ്ഥമാക്കി. ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതത്തിന് ഒരു കാരണവുമില്ല. കാരണം ഇടതിനും വലതിനും ഒരേ പ്രകാരം, അതൊരു നേതാവെന്നല്ല, ഇടതിലെയും വലതിലെയും മിക്ക നേതാക്കന്മാരും ഘോരം പറഞ്ഞ വാക്കുണ്ട്. ബി ജെ പിനെ ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. ചാവി ഞങ്ങളുടെ കയ്യിലാണ്, അവർ തുറക്കില്ല എന്ന്. കേരളത്തില് 3 സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നു. ഒരു സീറ്റ് അധികമാണ്. 2016 ബംഗാളിൽ ഇതേ അവസ്ഥയായിരുന്നു. 2 സീറ്റും കൊണ്ടാണ് ബി ജെ പി ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടുന്ന് 2021 77 സീറ്റ് കരസ്ഥമാക്കി. 2026 ഇപ്പൊ ബംഗാളില്, പശ്ചിമ ബംഗാളില് മുഖ്യമന്ത്രി ബി ജെ പിന്റെയാ. ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, 2ാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിന്റെ പൊതുവായ പ്രതികരണം. ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല. 2ാം സ്ഥാനത്ത് പോലും ബി ജെ പി വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. 2ാം സ്ഥാനത്ത് പോലും ബി ജെ പി ഏതായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. ബി ജെ പി ഒരു 0 സീറ്റ് പാർട്ടി തന്നെയാണ്. ബി ജെ പിക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റുകൾ ജയിക്കാൻ തക്ക വിധത്തിലുള്ള സ്വാധീനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സീറ്റ് ഈ കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നതല്ല കേരളത്തിന്റെ വസ്തുനിഷ്ഠ. ഇവിടെ ബി ജെ പി ഇതിലേറെ സീറ്റ് പിടിക്കുമായിരുന്നു. എന്നാൽ ബി ജെ പിയുടെ ചില പ്രവർത്തനങ്ങൾ, അത് ശരിക്കു പറഞ്ഞാല് സാധാരണ ജനങ്ങളെ ഇടയിലേക്ക് അവർ ഇറങ്ങി വന്നുകൊണ്ട് വേണം പ്രവർത്തനം നടത്താൻ. 2 തരത്തിലുള്ള പ്രവർത്തനം ഉണ്ട്. ഒന്ന്, വികസനത്തിന്റെ ഒരു പ്രവർത്തനവുമുണ്ട്. രണ്ടാമത്, ഇതൊക്കെ ചെയ്യുന്നത്, വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതൊക്കെ സാധാരണ ജനങ്ങളാണ്. ആ നിലയ്ക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവർത്തകര് കടന്നു വരേണ്ടതുണ്ട്. നാട്ടിൻപുറങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ നാട്ടിൻപുറങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. നമ്മളെ ഇലക്ഷന് നേരിടുമ്പോൾ മാത്രം ഇലക്ഷൻ സ്ഥാനാർത്ഥി വീട് വീടാന്തരം കയറുന്നു എന്നല്ലാതെ അതിനുശേഷം പ്രവർത്തകരോ മറ്റുള്ള ആൾക്കാരോ ഒന്നും തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല.